ഇന്നത്തെ എൻ്റെ യാത്ര ഒരു കിടിലൻ ഫോറസ്റ്റ് റൂട്ടാണ് കേട്ടോ. നമ്മുടെ തിരക്കുകളിൽ നിന്ന് ഒരു വണ്ടിയൊക്കെ പോയി വരാൻ പറ്റിയ ഒരു കിടിലൻ സ്പോട്ട് കൂടിയാണ് നമ്മൾ ഇന്നത്തെ ആനേനെയും കാട്ടുപോത്തിനെയും അതുപോലെ തന്നെ മ്ലാവിനൊക്കെ കണ്ടിട്ട് ഇതുപോലെ ഒരു കിടിലൻ ഫോറസ്റ്റ് റൂട്ടാണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അതിരപ്പള്ളി നമ്മൾ എന്നും കാണുന്ന കാഴ്ചകൾ തന്നെ. അതുപോലെ തന്നെ റൂട്ടൊന്നും മാറ്റി പിടിച്ച് നോക്കാം. നമുക്ക് ചൊക്കന വഴി വെറ്റിലപ്പാറയ്ക്കുള്ള ഒരു യാത്രയിലിടയിലാണ് ഇങ്ങനത്തെ കാഴ്ചകൾ കാണുന്നത്. ഈ ഗ്രൗണ്ടൊക്കെ നിങ്ങൾ കണ്ടോ? ഒരു ടൈമിൽ വൈറലായിട്ടുള്ള ഗ്രൗണ്ടാണ്. ഞായറാഴ്ച ദിവസങ്ങളിൽ വൈകുന്നേരം ഇവിടെ ക്രിക്കറ്റ് കളിയും കാര്യങ്ങളാണ്. അതുവരെ ഇവിടെ പശുക്കളാണ് മേയുന്നത്. ഇതുപോലത്തെ ഗ്രൗണ്ടൊക്കെ കാണാൻ പ്രത്യേക ഭംഗി തന്നെ. ചുറ്റും റബ്ബർ തോട്ടത്തിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ പുൽമൈതാനിയിൽ പശുവൊക്കെ കിടന്ന് നടക്കണ കാണാൻ ആഹാ, ഒരു രക്ഷയില്ല കേട്ടോ. ചൊക്കൻ എന്ന റൂട്ടിൽ കൂടെ പോകുമ്പോൾ ഈ ഒരു പാലം എല്ലാവരും മനസ്സിലും പതിയുന്ന ഒരു ചിത്രം തന്നെയാട്ടോ. ഒരു വണ്ടിക്ക് പോകാനുള്ളൊരു ഗ്യാപ്പ് തന്നെയുള്ളൂ. അതിൻ്റെ തൊട്ടടുത്ത അരുവിയിൽ കൂട്ടുകാരന്മാർ ചേർന്ന് ഇന്ന് ഞായറാഴ്ച ദിവസം മീൻ പിടിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കാട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത മീനുകളൊക്കെ തന്നെ അവർക്ക് കിട്ടുന്നത്. ചൊക്കന, പാലപ്പള്ളി, ചിമ്മിനി ഡാം അവിടേക്കൊക്കെ പോകുന്നിടത്തെല്ലാം ഇതുപോലെ നാടൻ പശുക്കളെ കാണാൻ പറ്റും. കുറേ അധികം ആൾക്കാർ ഉപജീവന മാർഗമായിട്ട് കൊണ്ടിറക്കുന്ന ഒരു തൊഴിലാണ് കേട്ടോ. ചൊക്കനയിൽ മെയിനായിട്ട് കാണാൻ പറ്റുന്ന പാലാട്ട തൂക്കുപാലം. ഇതൊക്കെ കാണാൻ പ്രത്യേക ഭംഗി തന്നെയാണ്. കാടിനുള്ളിൽ കയറി കഴിഞ്ഞാൽ ഇതുപോലെ വിശന്നൊക്കെ കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ഭക്ഷണങ്ങളൊക്കെ ബാഗിൽ കരുതും. ഇതൊക്കെ ഒരു സ്ഥലത്തിരുന്ന് കാടായിട്ട് പ്രകൃതിയായിട്ടിരുന്ന് ഭക്ഷണം കഴിക്കാൻ പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. എന്നോട് കൂട്ടുകാരന്മാരൊക്കെ ചോദിച്ചിട്ടുണ്ട്, എന്തിനാണ് ഈ കാട് കയറിയിട്ട് എന്താണ് പ്രയോജനം എന്ന്. നമുക്ക് ഈ കാട് കയറുന്ന ആൾക്കാർക്ക് പ്രത്യേക പ്രയോജനമൊന്നും ഇല്ലെങ്കിലും ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ കാണാൻ വല്ലാത്ത സമാധാനമാണ്. നമുക്ക് പരിചയമില്ലാത്ത ആൾക്കാരെ അടുത്തിരുന്ന് വർത്താനം പറയലും അവരോട് ആനവിശേഷങ്ങൾ ചോദിക്കലും അവിടുത്തെ വിശേഷങ്ങൾ പറഞ്ഞ് അത് കേട്ടിരിക്കലും നമ്മുടെ വിശേഷങ്ങൾ അവരോട് പറയലും അതൊക്കെ ഒരു പ്രത്യേക രസം തന്നെയാണ് കേട്ടോ. നമ്മുടെ നാടിൻ്റെയും അതുപോലെ തന്നെ അവരെ നാടിൻ്റെയും വിശേഷങ്ങളൊക്കെ കേട്ടിരുന്ന് സമയം പോയത് അറിഞ്ഞില്ല. എന്തായാലും സമയമായി ഇറങ്ങാനായിട്ട്. ഇത്രയും മനോഹരമായിട്ടുള്ള പള്ളി, അതുപോലെ തന്നെ ഈ കാടിനോട് ചേർന്നിട്ട് ഇതുപോലെ എന്ത് ഭംഗിയിലാണെന്നറിയോ ഈ പള്ളി നിർമ്മിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ ഉണ്ടല്ലോ പ്രത്യേക ഒരു സന്തോഷമാണ് കേട്ടോ. നിങ്ങളൊക്കെ പോകുമ്പോൾ ഈ വണ്ടിയൊക്കെ നിർത്തി ജസ്റ്റ് ഒന്ന് ഈ പള്ളിയുടെ അവിടെയൊക്കെ നിന്ന് നടന്നു കഴിഞ്ഞാൽ ഒരു പ്രത്യേക രസം തന്നെയാണ്. വെള്ളത്തിൻ്റെ മുകളിൽ ഒരാൾ തലയിട്ടേനക്കണ കണ്ടിട്ട് നോക്കിയതാ ഒരു ആമ. ഭക്ഷണം കഴിക്കാനുള്ള ധൃതിയിലാണ്. ഞാൻ വീഡിയോ എടുക്കുന്നതും ആള് കണ്ടപ്പോൾ തന്നെ ഒറ്റ പോക്ക പോയി. പോകുന്നിടത്തെല്ലാം ഇതുപോലെ കുറേ മയിലിനെ കാണാൻ പറ്റൂ കേട്ടോ. ബൈക്കിലൊക്കെ യാത്ര ചെയ്യാൻ പറ്റിയ ഒരു കിടിലൻ ഫോറസ്റ്റ് റൂട്ട് തന്നെയാണ് കേട്ടോ. പോകുമ്പോൾ ഒക്കെ ഇങ്ങനത്തെ കുറേ കാഴ്ചകൾ കാണാൻ പറ്റും. കാളകൾ തമ്മിൽ നല്ലൊരു യുദ്ധം, പൊരിഞ്ഞൊരു അടി തന്നെ നടക്കുന്നു. ചൊക്കൻ എന്ന റൂട്ട് പോകുന്നതിന് മുന്നേ നമുക്ക് ചിമ്മിനി ഡാമിലൊക്കെ പോയി കൊട്ടവഞ്ചി സഫാരി ഒക്കെ എടുക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ടൊക്കെ ചൊക്കന വഴി നിങ്ങൾ കയറുമ്പോൾ ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് ആനേനെയും കാട്ടുപോത്തിനെയും മ്ലാവിനൊക്കെ കാണാൻ പറ്റും. ഇതേപോലെ ആനകൾ ഇവിടെ അത്ര അധികമാണ്. പോകുമ്പോൾ ഒക്കെ സൂക്ഷിച്ചും കണ്ടു പോകണം. പിന്നെ ഈ ഒരു ഫോറസ്റ്റ് റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറമ്പിക്കുളവും നെല്ലിയാമ്പതിയും അതിരപ്പള്ളിയും ഒക്കെ കൂടി കലർന്നുള്ള ഒരു ഫോറസ്റ്റ് റൂട്ടാണ്. ആ കാരണത്താൽ ഇവിടെ ഏത് നിമിഷവും ഇതുപോലെ ആനകളൊക്കെ കാണാൻ പറ്റും. ഇതിലൊരു കൊട്ടിക്കൊമ്പനുണ്ട്. അവ ഇത്തിരി കുസൃതികാരൻ തന്നെ. വേറെ ഒന്നല്ല, ഈ അമ്മയുടെ മൂത്ത മോനാണെന്ന് തോന്നുന്നു.
അതിൻ്റെ അടിയിൽ ഒരു കുട്ടിയുണ്ട്. ഇപ്പം അടുത്ത് പ്രസവിച്ചതാണെന്നാ ഇവിടുത്തെ ഫോറസ്റ്റുകാർ പറഞ്ഞത്. അരുവിയിൽ വെള്ളമൊന്നും ഇല്ലാത്ത കാരണം അതെ ഇതുപോലെയൊക്കെ നടക്കണ കാഴ്ച അത് പ്രത്യേക ഭംഗി തന്നെയാണ്. മഴയൊക്കെ പെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ഈ അരുവിയിൽ വെള്ളം മൊത്തം നിറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയൊന്നും നടക്കണ കാണാൻ പറ്റില്ല. ഇനി ഫുള്ളും റോട്ടിലാവും ഇവരെ വിക്രസും കാര്യങ്ങളും. നമുക്ക് നല്ല വീഡിയോസുകളും കാര്യങ്ങളൊക്കെ തന്നു അവർ കാട് കയറിയിട്ടാണ്. ഇനി അടുത്തൊരു സ്ഥലത്ത് കാണാമെന്ന് പറഞ്ഞ് അവർ പോവായി. ഇവിടം കൊണ്ട് ചൊക്കൻ എന്ന റൂട്ട് അവസാനിക്കുകയാണ്. അത് കഴിഞ്ഞാൽ വെറ്റിലപ്പാറയ്ക്കുള്ള വഴിയാണ് കേട്ടോ. പിന്നെ ബസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒരു ചെറിയൊരു ടൗൺ പോലെയാണ്. വീട്ടുമുറ്റത്ത് മൊത്തം റംബൂട്ടാനും മാംഗോസ്ട്രീയാണ് പൂത്ത് നിൽക്കുന്നത്. സീസണാണെന്ന് തോന്നുന്നു. അങ്ങനെ വെറ്റിലപ്പാറ എത്തി കഴിഞ്ഞപ്പോൾ അതെ കുരങ്ങന്മാരൊക്കെ അതെ മൊത്തം ഇറങ്ങി നിൽക്കുന്നു കേട്ടോ. റോട്ടിലൊക്കെ വണ്ടികളൊന്നും പോകുന്നത് അവർ നോക്കുന്നൊന്നുമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ക്രോസ് ചെയ്ത് നടക്കുകയാണ്. വെറ്റിലപ്പാറ എത്തിക്കഴിഞ്ഞാൽ ഇതുപോലെ 2-3 ചായക്കട കാണാം. അവിടെ മണിയാണ്ട ചായക്കട എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും പറഞ്ഞു തരും കേട്ടോ. വേറെ ഒന്നല്ല, മണിയാട്ടനോട് ചോദിച്ചാൽ മതി വെറ്റിലപ്പാറയിൽ എവിടെയൊക്കെ ആന ഇറങ്ങിയിട്ടുള്ളതെന്ന്. അത് മണിയാട്ടൻ കറക്റ്റായി പറഞ്ഞു തരും. ആന ഇറങ്ങണത് പറഞ്ഞു തന്നാൽ മാത്രം പോരാ, അവിടേക്ക് പോകുമ്പോൾ വണ്ടിയൊക്കെ നിർത്തി ആനേനൊക്കെ വീഡിയോ എടുക്കലൊന്നും നടപടിയാവണ കേസല്ല. അതേ ഫോറസ്റ്റുകാരും കാര്യങ്ങളും കണ്ടു കഴിഞ്ഞാൽ നല്ല ഫൈനും കാര്യങ്ങളൊക്കെ വരും കേട്ടോ. ഇതുപോലെ വീഡിയോസൊക്കെ കണ്ട് ആനേനെ വന്ന് ഫോട്ടോ എടുക്കലും മാത്രമല്ല ചെയ്യുന്നത്. കുറേ ആൾക്കാർ ആന ഇറങ്ങുന്ന സ്ഥലത്തേക്ക് നടന്നു പോയി ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുന്ന കാരണം കൊണ്ടാണ് ഇങ്ങനത്തെ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. പിന്നെ ഈ ഒരു ഫോറസ്റ്റ് റൂട്ട് കണ്ടില്ലേ, ഇവിടെ ചെക്ക് പോസ്റ്റ് 6 മണി തൊട്ട് 6 മണി വരെയാണ്. ഈവനിങ് ഒരു 5 മണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുത്തെ കൊമ്പന്മാരെ ഇറങ്ങുമെന്ന് 100% ഉറപ്പാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, അതേപോലെ തന്നെ നമുക്കൊരു നല്ലൊരു കൊമ്പനെ കിട്ടിയിട്ടുണ്ട്. ഇവൻ ഗണപതിയാണോ മഞ്ഞക്കൊമ്പനാണോ എന്ന് മാത്രം ഡൗട്ട്. വാലൊക്കെ മുറിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. ഇനി ഇവർ തമ്മിലുള്ളൊരു തല്ലൂട്ടം കൊണ്ട് മുറിഞ്ഞു പോയതാണെന്ന് വെച്ചാൽ അതും അറിയാൻ പാടില്ല. ആനകളെ ഇത്രയും ഷുവറായി കാണാൻ പറ്റുമെന്ന് പറയുന്നത് വേറെ ഒന്നല്ല, കാടൊക്കെ കയറിക്കഴിഞ്ഞ് ഇതുപോലെ വെള്ളം കുടിക്കാനായിട്ട് ഇറങ്ങുന്ന ഒറ്റൊരു വഴിയാണ് വെറ്റിലപ്പാറ പ്ലാന്റേഷൻ. ഈ വഴി കൂടെയാണ് കൂടുതലും ആനകൾ വെള്ളം കുടിക്കാനായിട്ട് ഇറങ്ങുന്നത്. കുറച്ചും കൂടി അങ്ങോട്ട് നീങ്ങിപ്പോയപ്പോൾ അടുത്തൊരു കൊമ്പനെ കണ്ടിട്ടുണ്ട് കേട്ടോ. അവനും വെള്ളം കുടിക്കാൻ പോകുന്ന തിരക്കിലാണ്. ഇതേപോലെ 2-3 കൊമ്പന്മാർ വേറെ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ കൊമ്പന്മാർ പുറത്തിറങ്ങിക്കഴിഞ്ഞാലുള്ള മെയിൻ പ്രശ്നം ഇവിടുത്തെ ഫോറസ്റ്റുകാരൊക്കെ തന്നെയാണ്. ഇവിടെ ജനവാസ മേഖല കൂടെയാണ് ഇവർ വെള്ളം കുടിക്കാൻ പോകുന്നത്. കുറേ വീഡിയോസുകൾ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു റൂട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ചൊക്കന വഴി വെറ്റിലപ്പാറ ഒരു കിടിലം എക്സ്പീരിയൻസ് തന്നെയാവും. അപ്പോൾ ഈവനിങ് ഒക്കെ ആയി, തിരിച്ച് വീട്ടിലേക്ക് പോകാൻ സമയമായി കേട്ടോ. അപ്പോൾ അടുത്ത നല്ലൊരു ഫോറസ്റ്റ് സ്റ്റോറി ആയിട്ട് വരുന്നതായിരിക്കും.